നമസ്കാരം, ഡോക്ടർ ശ്രീദീപൻ, ദ ന്യൂറോളജിസ്റ്റ്. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഈ ഞരമ്പ് എന്ന് വിവക്ഷിക്കുന്ന ഈ അവയവം എല്ലാം ഞരമ്പല്ല. നമുക്ക് നോക്കാം എന്താണ് ആർട്ടറി, വെയിൻ, നെർവ് എന്നിവ. അപ്പം ആർട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു മലയാളത്തിലുള്ള വാക്കാണ് ധമനി. വെയിൻ എന്നതിൻ്റെ വാക്കാണ് സിര. നെർവ് എന്നതിൻ്റെ വാക്കാണ് നാഡി അഥവാ ഞരമ്പ്. ഓക്കെ, സോ ആർട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശുദ്ധീകരിച്ച രക്തം, ഓക്സിജനേറ്റഡ് രക്തം മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആ രക്തക്കുഴലിനെയാണ് നമ്മൾ ആർട്ടറി എന്ന് പറയുന്നത്. അത് ഹൈ പ്രഷർ താങ്ങാൻ കഴിവുള്ള രീതിയിലത്തെ രക്തക്കുഴലായിരിക്കും. വെയിൻ അഥവാ സിര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള രക്തം, അതായത് നമ്മളതിനെ പറയുക ഓക്സിജൻ എല്ലാം ശരീരം വലിച്ചെടുത്ത് കഴിഞ്ഞ് ബാക്കിയുള്ള രക്തം ഹൃദയത്തിലേക്ക് തിരിച്ചു വരണം. ആ രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളെയാണ് നമ്മൾ സിരകൾ എന്ന് പറയുന്നത്, അഥവാ വെയിൻ എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ ലോ പ്രഷർ താങ്ങുന്ന ഒരു രക്തക്കുഴലുകളാണ്. ഇനിയാണ് മൂന്നാമത്തത്, അതാണ് നെർവ് അഥവാ നാഡി അഥവാ ഞരമ്പ്. അത് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും, അതായത് തലച്ചോറിൽ നിന്ന് കൈകാലുകളിലേക്കും ആന്തരിക അവയവങ്ങളിൽ നിന്ന് തലച്ചോറിലേക്കും തുടങ്ങിയ കമ്മ്യൂണിക്കേഷൻ അഥവാ സിഗ്നലുകൾ, ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലുകളെയാണ് നമ്മൾ ഞരമ്പ് എന്ന് പറയുക, അഥവാ നാഡി എന്ന് പറയുക. നാഡി എന്ന് പറയുന്നത് ഒരു കൂട്ടം ആക്സോൺസ് അഥവാ അക്ഷതന്തുക്കൾ എന്ന് പറയുന്ന അവയവങ്ങളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ നെർവ് എന്ന് പറയുന്നത്, അഥവാ നാഡി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ നാഡിയെയും രക്തക്കുഴലുകളെയും നമുക്കൊരു കമ്പാരിസണിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം നാഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇലക്ട്രിക് കേബിൾ പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. രക്തക്കുഴലെ നമുക്ക് ഒരു പൈപ്പായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ഇലക്ട്രിക് കേബിളിൽ കൂടെ കറണ്ടാണ് ഒഴുകുന്നത് എന്ന് പറയുന്നത് പോലെ നാഡിയിലൂടെ വൈദ്യുത തരംഗങ്ങളാണ് ആക്ച്വലി പാസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ കുറേ കെമിക്കലുകളും ഉണ്ട്. രാസപരവും അഥവാ അതും വൈദ്യുതപരവുമായിട്ടുള്ള സിഗ്നൽ ആണ് അതുവഴി കടന്നു പോകുന്നത്. ഈ നാഡിയുടെ ചുറ്റും ഒരു ഇൻസുലേഷൻ അഥവാ മൈലിൻ ഷീറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക് കേബിളിലും ഉള്ളത്.